എതിർ രാഷ്ട്രീയ ചേരികളിലായതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു പത്രത്തിൻ്റെ കാർട്ടൂൺ തന്നെ കണ്ടു. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഞാൻ കണ്ടത്. പിണറായി ആലിംഗനം ചെയ്യാൻ എനിക്ക് കഴിയില്ല രാഷ്ട്രീയ വിയോജിപ്പ് മൂലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നതും ഈ രംഗമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. എന്നാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ AICCയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് ഞാനൊരു കത്തയച്ചിരുന്നു. അത് മാധ്യമങ്ങളും സമ്പാദിച്ച് ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലുന്നയിച്ചിരുന്ന കാര്യം സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾക്ക് പലപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് എതിരിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ത്യ ബ്ലോക്ക് സംഘടിപ്പിക്കുന്നതിന് CPIM വളരെയധികം സംഭാവന ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ പരസ്പരം ചില സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തെ ഒഴിവാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ പരസ്പരം വിമർശിക്കുമ്പോൾ വിമർശനം നടത്തുമ്പോഴും പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും അന്തസ്സുമുണ്ട്. അത് പാലിച്ചുകൊണ്ട് വേണം പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ടവർ വിമർശനങ്ങൾ നടത്താൻ. അതാണ് പറഞ്ഞത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഭിന്നിപ്പുണ്ട് ഇന്ത്യ ബ്ലോക്കിൽ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ഒരു പ്രചാരണം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം CPM BJP ഡീൽ എന്ന് മറുതലക്കലിൽ ഖാർഗെ പറയുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച ഇതിൽ ഇതുവരെയും ഒരു മറുപടി പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്, വിമർശിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതയും നിലവാരവുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ RSSനെയും BJPയെയും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും തടയാനും നേരിടാനും CPIM-നോളം പൊരുതിയിട്ടുള്ള, അതിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അത്തരമൊരു സംസ്ഥാനത്ത് വന്നിട്ട് CPM-ഉം BJPയുമായി ഡീലുണ്ട് എന്ന് പറയുന്നതിനെ അസംബന്ധമെന്ന് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറേ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പിണറായി വിജയനെ ആലിംഗനം ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആലിംഗനം എന്നുള്ളത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനുള്ളതല്ല, പരസ്പരം തോന്നുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് തൻ്റെ പ്രതിപക്ഷ നിരയിൽപ്പെട്ട അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കേന്ദ്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ED എന്തുകൊണ്ട് കേസെടുത്ത് റെയ്ഡ് നടത്തുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചത്. ഇതേ ചോദ്യം ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി ശ്രീ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ കേജ്രിവാളിനെതിരായിട്ടും ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത്, ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. എന്നിട്ട് അദ്ദേഹത്തെ ശ്രീ കേജ്രിവാളിനെ സിസോദിയെല്ലാം ആ കേസിൽ നിന്നിപ്പോൾ വിചാരണ കോടതി എക്സോണറേറ്റ് ചെയ്യുകയുണ്ടായി, വെറുതെ വിടുകയുണ്ടായി. പിന്നെ CPIM-ൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന CPIM അംഗം തന്നെയാണ് പ്രബീർ പുരകായസ്ഥ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചെയർമാനായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് വേട്ടയാടപ്പെട്ട ആളാണ്, ജയിലടയ്ക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമം, നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമമാണ്, ഓൺലൈൻ മാധ്യമമാണ്. അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ റെയ്ഡ് നടത്തി മാസങ്ങളോളം, എത്ര, ഒരു വർഷത്തിനടുത്ത് അദ്ദേഹം ജയിലിൽ കിടന്നു, തിഹാർ ജയിലിൽ കിടന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.